മോളെ, ചായ എടുക്കട്ടെ? വേണ്ട അമ്മേ, എനിക്കൊന്നും കഴിക്കാനും കുടിക്കാനും തോന്നുന്നില്ല. എനിക്കും അങ്ങനെ തന്നെയാ. അടുക്കളയിൽ കേറാനേ തോന്നുന്നില്ല. ഇതുപോലൊരു തിരിച്ചടി സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചില്ല. ആ അയ്യപ്പ വിഗ്രഹം കയ്യിലുള്ളിടത്തോളം കാലം ലക്ഷ്മിയെയും അവളുടെ കണ്ണനെയും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഉറപ്പായി അമ്മേ. ആ വിഗ്രഹമാണെങ്കിൽ കൊണ്ടുപോയി കളയാനും പറ്റാത്ത അവസ്ഥയായി. അത് എവിടെ കൊണ്ടിട്ടാലും പോയതിനേക്കാളും സ്പീഡിലാ തിരിച്ചു വരുന്നത്. മോളെ, എനിക്കിപ്പോ പൂജാമുറിയിൽ കേറാൻ പോലും പേടിയാ. പൂജാമുറിയിൽ കേറി നിൽക്കുമ്പോഴേ ആ വിഗ്രഹത്തിന് ജീവനുണ്ടെന്ന് തോന്നുവാ. അവള് പ്രാർത്ഥിച്ച് ജീവൻ വയ്പ്പിച്ചു കാണൂ അമ്മേ. എങ്ങോട്ടാ രാവിലെ? ഞങ്ങളൊരു യാത്ര പോവുക. അനന്തവും ലേഖയും കൂടെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓ, ഇനിയൊരു 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. ഇത് നിന്റെ അനന്തുവിന്റെയും തീരുമാനം അല്ലാന്ന് ഞങ്ങൾക്കറിയാം. ഇവളായിരിക്കും ഇതിന് പിന്നില്. ഇവിടെ ഉണ്ണി കരുണമുളയും കൊണ്ട് എങ്ങോട്ടും പോകുന്നില്ലല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നിന്നെയും കൊണ്ട് ഇവിടെ ലോകം ചുറ്റാൻ പോവാ, മോളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. അങ്ങനെയെങ്കിൽ ഞാനത് തിരുത്താനൊന്നും പോകുന്നില്ല. എന്നും വീടും ബിസിനസ്സായിട്ട് കഴിയല്ലേ ഇയാള്. അങ്ങനെയുള്ളപ്പോ ഇടയ്ക്ക് ഇതുപോലുള്ള സന്തോഷവും കിട്ടട്ടെ ഇയാൾക്ക്. സന്തോഷിക്ക്. ഇഷ്ടം പോലെ കാശുണ്ട്. അത് അനുഭവിക്കാനാണെങ്കിൽ ആരും ഇല്ലതാനും. അപ്പൊ പിന്നെ ഉള്ളതെല്ലാം പൊട്ടിച്ചൂടെ? അങ്ങനെ പൈസ ധൂർത്തടിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ഇയാൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഇഷ്ടം പോലെ ദൂർത്തടിച്ചിട്ടുണ്ട് അമ്മയും മക്കളും. ആന കരിമ്പിൻ തോട്ടത്തിൽ കയറുന്ന പോലെയാ എല്ലാവരുടെ ടെക്സ്റ്റൈൽസിലൊക്കെ കയറിയിരുന്നത്. വാങ്ങാൻ അമ്മയും മക്കളും, ബില്ലടയ്ക്കാൻ ഞാനും. അതിലൊന്നും എനിക്ക് പരാതിയില്ല. ഇനിയും നിങ്ങൾക്കൊക്കെ വേണ്ടി ജീവിക്കുന്നതാ എനിക്ക് സന്തോഷം. പണം മുടക്കാനും മടിയില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞ ശേഷം തിരിഞ്ഞു നിന്ന് കൊത്തരുത്. മഞ്ജുവിന്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. സ്വന്തം പേരക്കുട്ടിയെ കൊല്ലാൻ ഏതൊരു അമ്മൂമ്മയ്ക്കും കഴിയോ? അതിനുള്ള മനസ്സുണ്ടാവോ? ദേ കണ്ണ, നീ അറിയാത്തേം കേൾക്കാത്തേം കാര്യം പറയല്ലേ. ഇവള് മഞ്ജുവിനൊപ്പം പോയ ശേഷമാ മഞ്ജുവിന്റെ കുഞ്ഞു പോയത്. അല്ല, അന്ന് മഞ്ജുവിനറിയാം. ഇവിടുത്തെ ചായ കുടിച്ച ശേഷാ മഞ്ജുവിന് അസ്വസ്ഥത ഉണ്ടായത്. അയ്യോ, നീ ചെയ്ത തെറ്റ് ഇനി അമ്മയുടെ തലയിൽ കെട്ടിവെക്കാനൊന്നും ശ്രമിക്കണ്ട.